കുറിച്ചിവിടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എലപ്പള്ളി പഞ്ചായത്തിൽ 26 ഏക്കറോളം ഭൂമി ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി ഒരു കമ്പനി ഫെബ്രുവരി മാസം 14 എന്നാണ് ഓർമ്മ, 2024 അപേക്ഷ കൊടുക്കുന്നു. ഫെബ്രുവരി 26 അതിന് അംഗീകാരവും കൊടുക്കുന്നുണ്ട്. ഈ എലപ്പള്ളി പഞ്ചായത്ത് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എലപ്പള്ളി പഞ്ചായത്തിലെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കമ്പനി എലപ്പള്ളി പഞ്ചായത്തിൽ വന്ന് കുറച്ച് സ്ഥലം വാങ്ങിക്കുന്നു. ആ സ്ഥലത്ത് ഒരു കമ്പനി തുടങ്ങാൻ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് നിയമപരമായ പ്രശ്നമുണ്ടോ, മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ, ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂഗർഭജലം ഊറ്റുന്നുണ്ടോ, ഇതെല്ലാം സ്വാഭാവികമായും പരിശോധിച്ച് തന്നെയാണ് ഇത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കുക. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത്തരത്തിൽ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ സ്ഥാപനത്തിന് അനുമതി പഞ്ചായത്തും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് ഇതിനൊരു രാഷ്ട്രീയ വിഷയമാക്കി CPM-നെതിരായി തിരിച്ചുവിട്ട് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനപിന്തുണ കുറയ്ക്കാൻ കഴിയും, അതിനുള്ള മാർഗങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ച് കേരളത്തിൽ ഇതൊരു വലിയ ഭാവിയിൽ വലിയ കുടിവെള്ള പ്രശ്നമുണ്ടാക്കുമെന്നും കാർഷിക ആവശ്യത്തിന് വെള്ളം ഇല്ലാതാവുമെന്നും വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ഇനി അധികാരത്തിൽ വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. പക്ഷേ ഈ ഒരു വിഷയം ഇപ്പോൾ ഇവർ പറയുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏതൊരു കാലത്തും ജനവിരുദ്ധമായ ഒരു കാര്യം ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് തന്നെ തന്നിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്, അല്ലേ? കറണ്ട് തന്നെ തന്നില്ല. എല്ലാ വീട്ടിലും കറണ്ട് കൊടുത്ത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്, അല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം ഈ കേരളത്തിൽ നടപ്പി 140 മണ്ഡലങ്ങളിൽ. കേരളത്തിൽ ജനവിരുദ്ധമായ ഒരു തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുവരെ തയ്യാറായിട്ടില്ല, ഇനി തയ്യാറാവുമില്ല. പിന്നെ ഇവിടെ UDF-ഉം BJP-യും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂഗർഭജലം ഊറ്റും,
എന്നാണ്. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിക്കടിയിൽ നിന്ന് എടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം എങ്ങനെ ഈ കമ്പനി പ്രവർത്തിക്കുമെന്നാണ് രണ്ടാമത്. ഈ കമ്പനി പ്രവർത്തിക്കാൻ അവർക്ക് ആവശ്യമായ വെള്ളം മഴവെള്ളത്തിലൂടെ, മഴവെള്ള സംഭരണിയിലൂടെ ശേഖരിക്കും. ഇനിയിപ്പോൾ അത് നുണയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത് ഉണ്ടല്ലോ, കിൻഫ്ര സ്ഥിതി ചെയ്യുന്നത് ഏത് പഞ്ചായത്തിലാണ്? പുതുശ്ശേരിയിലല്ലേ അല്ലേ? പുതുശ്ശേരിയിൽ കിൻഫ്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 101 വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. 101 വ്യവസായ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ജലം മഴവെള്ള സംഭരണത്തിലൂടെ അവർ ശേഖരിക്കുന്നുണ്ട്. അതിനു പുറമെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചാർജ് കൊടുത്തുകൊണ്ട് മലമ്പുഴയിലുള്ള വെള്ളവും വാങ്ങിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ വരുന്ന ഓയസിസ് എന്ന കമ്പനിക്ക് ഈ കമ്പനി പ്രവർത്തിക്കുമ്പോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് കോൺഗ്രസും BJPയും ഒത്തുചേർന്ന് ഇപ്പം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിത്തരം കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും ഒത്തുചേർന്നിട്ടാണല്ലോ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ എലപ്പുള്ളിയിലെ കമ്പനിയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഇവർ റെയിലിനെതിരെ ഒരുമിച്ചാണ് കല്ല് പുഴക്കാൻ വേണ്ടി പോയത്. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസും വേറൊരു ഭാഗത്ത് യുവമോർച്ചയും വാശിയോട് കൂടിയിട്ടാണ് റെയിലിനെ ഇല്ലാതാക്കാൻ സമരം ചെയ്തത്. തുടർന്നുള്ള എല്ലാ സമരങ്ങളും ഇവരൊരുമിച്ചായിരുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള ത്രിതല പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവർ ഒരുമിച്ചായിരുന്നു. അപ്പോൾ BJPയും കോൺഗ്രസും ഒരുമിച്ച് തന്നെയാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അവരങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുകയും ചെയ്യുക. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഒരു വ്യവസായ നയമുണ്ട്. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വലിയ കുതിപ്പാണ് കേരളത്തിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിക്കും അനുവാദം കൊടുത്തിട്ടുള്ളതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതും. വെള്ളമെടുക്കാത്തൊരു കമ്പനി ഇവിടെ വന്നാൽ എന്നാണ് ഈ നാട്ടിലെ പ്രശ്നം. ഭൂമിക്കടിയിലെ വെള്ളമെടുക്കുന്നില്ലെങ്കിൽ എന്തിനാണ് എതിർപ്പ്? പിന്നെ എതിർക്കുന്നത് രാഷ്ട്രീയ എതിർപ്പല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്നുള്ള എതിർപ്പല്ലേ? 600 കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത്. 1200 പേർക്ക് ഈ പ്രദേശത്ത് പ്രത്യക്ഷമായി പണി ലഭിക്കും. ഒരു വ്യവസായം വരുമ്പോൾ എന്തെല്ലാം സ്ഥാപനങ്ങൾ വരും. ഇപ്പോൾ ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി, നിങ്ങൾ സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദക്ഷിണേന്ത്യയിലെ വ്യവസായ തലസ്ഥാനമായി മാറാൻ പോവുകയാണ്. എവിടെ? ഈ പ്രദേശം. അത് എലപ്പുള്ളിയും പുതുശ്ശേരിയും സമീപ പഞ്ചായത്തുകളെല്ലാം 1500 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. 1790 കോടി രൂപ ഭൂമി വിട്ടുകൊടുത്തവർക്ക് കൊടുത്തു കഴിഞ്ഞു. പൊന്നും വിലയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ആ സമയത്തും ഭൂമി ഏറ്റെടുക്കാൻ വരുമ്പോൾ ഇവരെന്താ പ്രചരിപ്പിച്ചത്? ഇവർ പ്രചരിപ്പിച്ചത് ഭൂമി കൊടുക്കരുത്, ഭൂമി കൊടുക്കാൻ പാടില്ല, നിങ്ങളുടെ ഭൂമിയെല്ലാം നഷ്ടപ്പെടും. അതിനെതിരെ പ്രക്ഷോഭത്തിന് തുനിഞ്ഞില്ലേ? പക്ഷേ സർക്കാർ 1790 കോടി രൂപയ്ക്ക് ഭൂമി എടുത്തു. 1500 ഏക്കർ.
ഈ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായിട്ട് നമ്മളെന്നും പ്രതീക്ഷിക്കാത്ത പണമാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് കിട്ടിയത്. പണം കണ്ട് അന്താളിച്ചു പോയി. ഭൂമിയുള്ളവരൊക്കെ ലോട്ടറി അടിച്ചതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ. നിങ്ങൾക്കിപ്പോൾ ഞങ്ങളെക്കാളും നന്നായിട്ട് അറിയാലോ. ഇലപ്പുള്ളിക്കാർക്ക് ഈ അടുത്ത പ്രദേശത്തിലെ ആളുകളുടെ ഈ കാര്യങ്ങളെല്ലാം ചിറ്റൂരിന്ന് സുരേഷ് ബാബു വന്ന് ഇവിടെ നുണ പറയുകയാണെങ്കിൽ അറിയുമല്ലോ, അറിയില്ലേ? ഇപ്പോൾ വസ്തുതയാണ് നമ്മുടെ മുമ്പിലേക്ക് പോയിട്ടുള്ളത്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ കുറേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ കൊണ്ടുവന്ന് ഇവിടെ പ്രക്ഷോഭത്തിന് തുനിയാണ്. അതിലൊരുത്തൻ്റെ പേര് CR നീലകണ്ഠൻ എന്നാണ്. CR നീലകണ്ഠനല്ലേ വാളയാർ കേസിൽ അമ്മനെയും പൊക്കി പിടിച്ചു കൊണ്ടുപോയത് അല്ലേ? 2 പിഞ്ചു കുട്ടികളെ മാറി മാറി ബലാത്സംഗം ചെയ്യാൻ കൂട്ടുനിന്ന ഒരു അമ്മയെ കേരളം മുഴുവൻ പൊക്കിപ്പിടിച്ച് പിണറായിക്കെതിരായി മണ്ഡലത്തിൽ കൊണ്ട് മത്സരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വ്യാപകമായ പ്രചാരം നടത്തി. ഈ പറയുന്ന പാലക്കാട് MLA ആയി ജയിച്ച വിദ്വാനും അത് ചെയ്തു. എന്തായിരുന്നു വാളയാറിലൊക്കെ ആ കുട്ടികളുടെ അമ്മയുടെ അതിലെ പങ്ക്? നമ്മളായിരുന്നു അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലോ? ഇതെവിടെ ഇരിക്കുന്ന നിതിനെയൊക്കെയാണ് പറഞ്ഞത് അല്ലേ? നിതിനെ പറഞ്ഞു, രാജേഷൻ പറഞ്ഞു, വ്യാപകമായി പ്രചരിപ്പിച്ചു. അപ്പൊ നമ്മുടെ പാർട്ടിയായിരുന്നു അവർ ലക്ഷ്യം വെച്ചത്. നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ഇത് കേട്ടാൽ തോന്നും CPMകാർ ഈ കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നല്ലേ പ്രചരിപ്പിച്ചത്. ഇപ്പൊ CBI എന്ത് പറഞ്ഞു? ആ CBI അല്ലേ പറഞ്ഞു അമ്മനെ പ്രതി ചേർത്തിനി, അച്ഛനെയും അമ്മനെയും പ്രതി. അച്ഛനെന്ന് പറയുന്നത് സ്വന്തം അച്ഛനല്ല. അപ്പൊ എല്ലാ നെറികേടുകളും ഈ കേരളത്തിൽ നടപ്പിലാക്കിയവരാണ് UDFും BJPയും ഈ പറയുന്ന CR നീലകണ്ഠനെ പോലുള്ളവർ. ഇതെല്ലാം നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോ അത്തരം മാർക്സിസ്റ്റ് വിരുദ്ധർ വന്ന് ഈ നാട്ടിലെ ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMനെയും തോൽപ്പിക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനാണല്ലോ ഇന്നിപ്പോ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ ഒരുമിച്ച് വരാതിരുന്നത്. BJPയും കോൺഗ്രസും ഒരേ പാർട്ടിയാണോ? കേരളത്തിൽ 2ആയിട്ട് അറിയപ്പെടുന്ന പാർട്ടിയല്ലേ? രാജ്യത്ത് 2ആയിട്ട് അറിയപ്പെടുന്ന പാർട്ടിയല്ലേ? നമ്മൾ ആരോപിക്കുന്നു എന്നല്ലേ പറയുന്നത്. അവർ നിങ്ങൾ ഒരുമിച്ചാണ് എന്ന് ആരോപിക്കുന്നു. CPMകാർ ഞങ്ങളെ നോക്കി എന്നല്ലേ കോൺഗ്രസ് പറയുന്നത്, BJP പറയുന്നത്. ഇപ്പോ ഇന്ന് നടന്ന സംഭവം അതിന്റെ നേർക്കാഴ്ചയല്ലേ? എന്തുകൊണ്ടാണ് പഞ്ചായത്തിൽ ഒരുമിച്ച് വരാതിരുന്നത്? ഇപ്പൊ BJPയും കോൺഗ്രസും ഒരുമിച്ചാണ് ഈ കാര്യങ്ങളിൽ. ഒറ്റ ലക്ഷ്യമുള്ളൂ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്തൊന്നും വരരുത്. ഇത് തന്നെയാണ് പിണറായി സർക്കാർ 2ാമതും അധികാരത്തിൽ വന്നപ്പോൾ ഇവർ ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. സമരം ചെയ്തത് റെയിലിനെതിരെ. ഏത് വന്നാലും ഞങ്ങൾ മുടക്കും. 1ാം പിണറായി ഗവൺമെന്റ് കാലത്ത് ഇവരെ ഉപേക്ഷിച്ചു പോയ പദ്ധതിയായിരുന്നു 6 വരി പാത. നമ്മൾ വന്ന് തുടങ്ങാൻ പോയപ്പോൾ വയൽക്കിളി അല്ലേ? വയൽക്കിളിക്കാരെ കൊണ്ടുവന്ന സമരത്തിനിരുത്തി. ഇപ്പൊ വയൽക്കിളികൾ മുഴുവൻ നമ്മുടെ കൂടെയാണ്. 6 വരി പാത ഈ കേരളത്തിൽ വരരുത്. ഇനിയിപ്പോ 2 മാസം, എത്ര മാസമുണ്ട്? 1 മാസം അല്ലേ? 1 മാസം 2 മാസം കഴിഞ്ഞ് കാസർഗോഡിലെയും കണ്ണൂരിലെയും കോൺഗ്രസിന്റെ MLAമാർക്ക് അടിച്ചു പൊളിച്ച് തിരുവനന്തപുരത്തെത്താം. ഞാൻ ചോദിക്കട്ടെ, ഇലപ്പുള്ളിയിൽ നിന്ന് ഇങ്ങനെ ഹൈവേയിൽ കയറിയാൽ തൃശ്ശൂർ പോകാൻ എത്ര സമയം എടുക്കും? എത്രയെടുക്കും? 1 മണിക്കൂർ വേണോ? തങ്കമണി സഖാവേ വേണോ? വേണ്ട. 1 മണിക്കൂർ വേണ്ട. 2 മണിക്കൂറിനുള്ളിൽ എറണാകുളം എത്താം.
നേരത്തെ കുതിരാൻ കയറണമെങ്കിലോ കുതിരാൻ അവിടെ എത്ര വലിയ ട്രാഫിക് ജാമായിരുന്നു, മണിക്കൂർ കണക്കിന്. ഇതല്ലേ കേരളത്തിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത്? ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളല്ലേ? നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കണ്ടുപോയ കാര്യങ്ങളല്ലേ? അനുഭവപ്പെട്ട കാര്യങ്ങളല്ലേ? അങ്ങനെ ഈ കേരളത്തിന്റെ വികസനത്തിൽ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇവിടെ ഒരു കമ്പനി കൊണ്ടുവന്ന് കേരളത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുവോ? അങ്ങനെയുള്ളൊരു മുന്നണിയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? ആദ്യം എതിർക്കുന്നത് ഞങ്ങളായിരിക്കില്ലേ? കൊക്കോകോള ഭൂഗർഭജലം ഊറ്റുന്നു, വലിയ തോതിൽ ഊറ്റുന്നു. ഒരു പഠനം നടത്തി ഡിവൈഎഫ്ഐ. അന്നല്ല, ഞങ്ങളെല്ലാം ഡിവൈഎഫ്ഐന്റെ അവിടുത്തെ നേതാക്കളായിരുന്നു. പഠനം നടത്തിയപ്പോൾ ഭൂഗർഭജലം ഊറ്റുന്നുണ്ട്. കുഴൽക്കിണർ എന്ന് പറഞ്ഞ ചെറിയ കുഴൽക്കിണറല്ല, രണ്ടാൾ ഒരുമിച്ചിറങ്ങാൻ പറ്റും ആ കുഴൽക്കിണറിൽ. അതാണ് കൊക്കോകോള കൊണ്ടുവന്ന മറ്റേ കുഴൽക്കിണറുകൾ. അത് കണ്ടുപിടിച്ചു. പരിസരത്തുള്ള വീടുകളിലെ കിണറുകൾ മുഴുവൻ മലിനമാകാൻ തുടങ്ങി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമരം പ്രഖ്യാപിച്ചു. സമരത്തിൽ ഏറ്റവും കൂടുതൽ കേസിൽ ഇരയാകപ്പെട്ടവർ ഡിവൈഎഫ്ഐക്കാരാണ്, CPM-കാരാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഞാൻ ഉൾപ്പെടെ ഒന്നാം പ്രതിയായി ഡക്കൈറ്റി പറയുന്ന ഒരു കേസ് ചാർജ് ചെയ്തു. ഡക്കൈറ്റി പറഞ്ഞ എന്താ കേസറിയോ? പണ്ട് UP-യിലെ ഫൂലൻ ദേവി എന്ന് കേട്ടിട്ടില്ലേ? കൊള്ളക്കാരി. അതാണ് കൊള്ളയടിക്കുക. ഞങ്ങൾ കൊള്ളയടിച്ചത് മറ്റേ കൊക്കോകോളയായിരുന്നു, തല്ലിപ്പൊളിച്ചത്. ഇതിനെല്ലാം കരുത്ത് കാണിച്ച പ്രസ്ഥാനമല്ലേ ഈ കേരളത്തിൽ? അങ്ങനെ ഈ കേരളത്തിൽ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി മുൻപന്തിയിൽ നിന്ന് കേസിൽപ്പെടാനും ജയിലിൽ കിടക്കാനും ചോര ചിന്താനും ഇക്കാലം അത്രയും പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം എലപ്പുള്ളി പഞ്ചായത്തിൽ ഓയസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് സഹായം ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ ദ്രോഹിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ വ്യവസായ ഇടനാഴി വരുന്നതോടുകൂടി 1,00,000-ലും അധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കും. ഈ കേരളത്തിലെ ജനങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത്. ടൗൺഷിപ്പ് വരും, കോളേജ് വരും, സ്കൂളുകൾ വരും, ആശുപത്രികൾ വരും. നാടിന് വലിയ മാറ്റം ഉണ്ടാവും. ഇപ്പൊ എന്റെ വീട്ടിന്റെ ബാക്കിലാണ് കരുണ ആശുപത്രി. കരുണ ആശുപത്രി വരുന്നതിന് മുമ്പ് അവിടെ ഇവിടെ നിന്നുള്ളവർ വന്നിട്ടുണ്ടാവുമല്ലോ. മനുഷ്യൻ കാണും ആ പ്രദേശം? ഒരു മനുഷ്യൻ കാണില്ല. എൻ്റെ വീട്ടിന്റെ ബാക്കിലാണ്. ഇപ്പൊ എത്ര ആളുകൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട് പരിസരത്ത്? വൈകിട്ടായ എണ്ണക്കടി വിൽക്കുന്നവര്, ചായക്കട നടത്തുന്നവര്, പിന്നെ ചില്ലി ചിക്കൻ ഇടുന്നവര്. ഞാൻ കാര്യമായിട്ട് പറയണത്, നിങ്ങളൊന്ന് വന്ന് നോക്കിൻ. എവിടെയത്? കാട് പിടിച്ച് കിടന്ന മുതലാന്തോട്ടിൽ. ഒരു നാടിലെ മാറ്റം എന്ന് പറയുന്ന ഒരു സ്ഥാപനം വരുമ്പോഴാണ്. ആ സ്ഥാപനം വരുമ്പോൾ ജനങ്ങൾക്ക് ദ്രോഹമാണോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ പരിശോധന അടിസ്ഥാനത്തിലാണ് ഓയസിസ് കമ്പനിക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇതാരാപ്പോ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്? CPM-ന്റെ പ്രവർത്തകരാ? ഇത് ലക്ഷ്മണ്ണ. അപ്പുക്കുട്ടൻ CPM-ന്റെ മെമ്പറാ? അപ്പുക്കുട്ടൻ CPM-ന്റെ മെമ്പറല്ലേ? കോൺഗ്രസിന്റെ മെമ്പറല്ലേ? VK ശ്രീകണ്ഠനല്ലേ പറഞ്ഞത് അയാൾ കമ്മീഷൻ നന്നായി വാങ്ങിയിട്ടുണ്ട് എന്ന്? ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? CPM-ന്റെ ആരെങ്കിലും പറഞ്ഞു അപ്പുക്കുട്ടൻ കമ്മീഷൻ വാങ്ങി സ്ഥലം എടുത്തു കൊടുത്തു? അപ്പുക്കുട്ടൻ പുണ്യകർമ്മത്തിനൊന്നും സ്ഥലം ഏറ്റു കൊടുക്കില്ലല്ലോ. ഇടയിൽ നിന്നിട്ട് കൊടുക്കുവോ? അപ്പുക്കുട്ടന് പുണ്യം കിട്ടാൻ ഓയസിസ് കമ്പനിക്ക് സ്ഥലം ഏറ്റു കൊടുക്കുക കിട്ടുമോ? അതല്ലേ VK ശ്രീകണ്ഠൻ പരസ്യമായി പറഞ്ഞത് അപ്പുക്കുട്ടന് നന്നായി കമ്മീഷൻ കിട്ടി. നമ്മളല്ല പറഞ്ഞത്. അപ്പുക്കുട്ടൻ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഏതെങ്കിലും തരത്തില് മാനവും രോക്ഷവും അഭിമാനവും ഉണ്ടെങ്കിൽ ഈ രേവതി ബാബു എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ ഇവിടെ പ്രസംഗിക്കാൻ പാടുമോ? ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ മറ്റേ രാജിവെച്ച് പോട്ടെ. എന്റെ പാർട്ടിയിലെ വാർഡ് മെമ്പറാണ് ഈ ദ്രോഹമൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് അതല്ലേ കാണിക്കേണ്ടത്?
ഞാൻ പറയുന്നത് ഈ കമ്പനി CPM-ന്റെ ആളുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനിയിപ്പോ സ്വന്തമായ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒരു CPM-കാരൻ ഇടനിലക്കാരനായിട്ടുണ്ടോ? അപ്പുക്കുട്ടൻ CPM അല്ലല്ലോ, അപ്പുക്കുട്ടൻ കോൺഗ്രസിന്റെ മെമ്പർ അല്ലേ? ആ കമ്പനി വാങ്ങിച്ചു കൊടുത്ത അപ്പുക്കുട്ടൻ അറിയില്ലേ ഈ കമ്പനി ഇതിനാണ് വരുന്നതെന്ന്? അത് ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? പഞ്ചായത്തിലെ മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ടും ഞാനൊന്നും അറിയില്ല എന്ന് പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കലാണ്, ജനങ്ങളെ വഞ്ചിക്കലാണ്. നിങ്ങൾ ആലോചിക്കണം, ഇപ്പോ ഇവിടെ ഈ കമ്പനി വന്നാൽ ജലമാകെ പോകും. നമുക്കിവിടെ ഒന്നും മഴ കിട്ടാത്ത പ്രദേശമാണ്. കേരളത്തിൽ എത്ര കമ്പനി ഉണ്ട്? എത്തനോൾ കമ്പനി, ഇതുപോലുള്ള കമ്പനി 10 ഉണ്ട്. 7 വന്നത് UDF-ന്റെ കാലത്താണ്. ഈ പാലക്കാട് ജില്ലയിൽ 235 സെന്റിമീറ്റർ മഴ ലഭിക്കും. 235 സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. നമുക്ക് അവിടെ നിന്ന് ആ സ്പിരിറ്റ് വരുന്നത്. ഈ കേരളത്തിലെ മദ്യ നിർമ്മാണത്തിന് മുഴുവൻ സ്പിരിറ്റും വരുന്നത് കർണാടകയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്നാണ്. കർണാടകയിൽ ടൗണിൽ മാത്രം, ഈ കർണാടക ടൗണിൽ മാത്രം 14 കമ്പനികളാണ്. കർണാടകയിലെ ബാംഗ്ലൂർ ടൗൺ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം 14 കമ്പനികളാണ്. അവിടെ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് 168 സെന്റിമീറ്റർ ആണ്. ഇവിടെ 235 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട് പാലക്കാട്. ഈ എലപ്പുള്ളി പഞ്ചായത്തിലെ ആളുകൾ ബാംഗ്ലൂർ പോയി പണിയെടുക്കുന്നില്ലേ? ഉണ്ടോ? ആ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ടൗൺഷിപ്പ് ചേർന്നിട്ടുള്ള കർണാടകം ഭരിക്കുന്നത് ആരാ? അപ്പോ 66 എത്തനോൾ കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് ബാംഗ്ലൂർ, മറ്റേ കർണാടകയിൽ മാത്രം 66 എണ്ണം. അതിലെ 14 ബാംഗ്ലൂരാണ്. ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ബാംഗ്ലൂരിൽ പോയി പണിയെടുക്കുന്ന കുട്ടികളോ ഏതെങ്കിലും സ്ഥിരതാമസക്കാരോ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും നമ്മളോട് കുടിവെള്ള പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താ? UDF-ഉം BJP-യും ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത് എന്താ? ഇതിന് മാത്രം എതിർക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം 11 കോടി ലിറ്റർ സ്പിരിറ്റാണ് കേരളത്തിലേക്ക് വരുന്നത്. ഇത്ര 11 കോടി ലിറ്റർ സ്പിരിറ്റ് എവിടെന്നാ വരുന്നത്? ബാംഗ്ലൂര്, മഹാരാഷ്ട്ര, അതായത് കർണാടക, മഹാരാഷ്ട്ര. ആരാ ഈ കമ്പനിയുടെ ഒക്കെ മുതലാളിമാര്? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരല്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരല്ല. എന്നാ പിന്നെ അവരിനെ ഒന്ന് സഹായിച്ച് ഇവിടെ ഒരു ഓയസിസ് കമ്പനി തുടങ്ങി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒന്ന് നന്നാവട്ടെ. അല്ല, എല്ലാം കോൺഗ്രസും BJP-യാണ്. ശിശുക്ഷേമ വകുപ്പ് മന്ത്രി നമ്മുടെ ഇവിടുത്തെ വീണ ജോർജിന്റെ വകുപ്പ്, വീണ ജോർജ് ഇല്ല, അതാ ബിന്ദുവോ, വീണ ജോർജിന്റെ വകുപ്പ്. ശിശുക്ഷേമം പറഞ്ഞാൽ കുട്ടികളുടെ ക്ഷേമമാണ്. കർണാടകയിലെ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വനിതയാണ്. ശിശുക്ഷേമത്തിന് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ പേര് സ്പിരിറ്റാണ്. സ്വന്തമായി നല്ല കമ്പനികൾ, അതായത് ഞാൻ ഈ പറയുന്ന എത്തനോൾ പറയുന്ന കമ്പനി, അതാണ് സ്പിരിറ്റ്. ഇനി ഈ മദ്യനിർമ്മാണം നടത്തി വേസ്റ്റ് ഇവിടെ ആകെ മലിനമാകുമോ? അതാണ് അടുത്ത പ്രശ്നം, അല്ലേ? അതാണല്ലോ നമ്മുടെ നാട്ടില് ആകെ ഉണ്ടാകുന്ന പ്രശ്നം, മലിനമാകുമോ? ഇതിന്റെ വേസ്റ്റ് കാലിത്തീറ്റ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ഐസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സാധനവും വേസ്റ്റ് വരാൻ പോകുന്നില്ല. 2 വർഷം കഴിഞ്ഞാൽ 6 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കാൻ കഴിയും ഈ കമ്പനി തന്നെ. അതിൽ 3 മെഗാവാട്ട് വൈദ്യുതി KSEBിക്ക് കൊടുക്കാം. ഒരു വ്യവസായ സ്ഥാപനം ഈ നാടിന്റെ ഒരു വളർച്ചയിൽ ഒരു ചെറിയ പങ്ക് വഹിക്കുമെങ്കിൽ ഈ കാലാകാലമായി കേരളത്തിൽ നാം കൈക്കൊണ്ട നിലപാട് അവരെ സഹായിക്കുക എന്നുള്ളതല്ലേ? നാട്ടിൽ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ എന്ത് തൊഴിൽ ചെയ്തും ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഇന്നത്തെ തലമുറ, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അത് നാടിന് കേടില്ലാത്ത ഏത് വ്യവസായ സ്ഥാപനത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്ന നിലപാടല്ലേ ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റും
ഉത്തരവാദപ്പെട്ട ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ കേരളത്തിൽ നിർവഹിക്കേണ്ടത്. അതിന് പകരം ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതമൊന്നും നമുക്ക് വേണ്ട. നിങ്ങൾ 6 വരിപ്പാതയ്ക്കെതിരെ സമരം ചെയ്ത് ഒന്നും ചുക്കും നടന്നില്ല. നടന്നോ? ഗെയിൽ പദ്ധതി പൂട്ടിക്കെട്ടി വേണ്ട പറഞ്ഞിട്ട് ഓടിയതാണ് ഉമ്മൻചാണ്ടി. ഗെയിൽ പദ്ധതിക്ക് വേണ്ടി ഭൂമി എടുത്തതും സമരം പ്രഖ്യാപിച്ചു, പൂർത്തീകരിച്ചില്ലേ? വിഴിഞ്ഞം പദ്ധതി ഇപ്പോ ഏറ്റവും അവസാനം തടയിടാൻ മതമേലാധ്യക്ഷന്മാരെ ഉപയോഗിച്ച് അവിടെ കലാപമുണ്ടാക്കിയില്ലേ? ഒരു പോലീസുകാരനെ പരസ്യമായി വെട്ടിയില്ലേ? ഈ കഴിഞ്ഞ 6 മാസം മുമ്പല്ലേ? പോലീസുകാരനെ പൈശാചികമായി ആക്രമിച്ചിട്ട് പോലും ഒരു സമരക്കാരന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തോ ഈ ഗവൺമെന്റ്? ആകാശത്തേക്ക് വെടിവെച്ചോ? ഇതല്ലേ ഗവൺമെന്റിന്റെ നയം, നിലപാട്? വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കിയില്ലേ? എന്തെല്ലാം സ്ഥാപനങ്ങളാണ്, വൻകിട പദ്ധതികളാണ് കേരളത്തിൽ ഇപ്പോ പൂർത്തിയാക്കിയത്? മലയോര ഹൈവേ എത്ര മനോഹരമാണ് എന്ന് നമ്മൾ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ വ്യാപകമായി നാട് വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ നാടായി മാറിയപ്പോ, ഒരു കാലത്ത് ഏത് വ്യവസായം വന്നാലും അവിടെ യൂണിയന്റെ അതിപ്രസരമാണ് എന്ന് ആക്ഷേപിച്ച വൻകിട വ്യവസായികൾ പോലും ഈ കേരളത്തെ നോക്കി പറയുന്നു, ഇന്ന് എല്ലാ വ്യവസായങ്ങൾക്കുമുള്ള സൗഹൃദ അന്തരീക്ഷം കേരളമാണ്. കേരളമാണ്. ഇതാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2016 മുതൽ വ്യവസായ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വരുന്നു. ആ സ്ഥാപനങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. ഇതൊന്നും പാടില്ല, ഇതൊന്നും ഞങ്ങൾ ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഈ കേരളത്തിൽ UDF-ഉം BJP-യും അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന കേരളത്തിലെ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ CR നീലകണ്ഠവനെ പോലുള്ള ബുദ്ധിജീവി എന്ന് പറയുന്ന തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളും. ബുദ്ധിജീവിയാണ് പേര്, പക്ഷെ 5 നയാ പൈസയ്ക്ക് തലയ്ക്ക് വെളിവില്ല. ഞാൻ വെറുതെ പറയുന്ന കാര്യമൊന്നുമല്ല. കൊക്കോക്കോള സമര രംഗത്തുണ്ടായിരുന്ന പുള്ളിക്കാരൻ. ഇതൊക്കെ ഈ നാടിനെ പുറകോട്ട് വലിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ വ്യവസായ സ്ഥാപനം വരരുത്. ഇതാണ് നാട്ടിലെ സാധാരണ മനുഷ്യർ ചിന്തിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ വരുന്ന വ്യവസായ സ്ഥാപനം നമ്മളെ എല്ലാം മറികടന്നുകൊണ്ട് ഈ നാടിനെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചറിയാലോ. ഏത് കാര്യത്തിനും ഏത് അനീതിക്കുമെതിരെ ഒരു മടിയുമില്ലാതെ പോരാട്ടം നടത്താനുള്ള കരുത്ത് ഈ കേരളത്തിൽ എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുണ്ട്. അതിനെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി പിടിപണി ചെയ്യുന്ന ഒരു പ്രവർത്തനവും ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ ആക്രമിച്ചോളൂ, അത് രാഷ്ട്രീയമാണ്. അതിനുവേണ്ടി നാടിന്റെ മുന്നേറ്റത്തെ തടയിടാൻ, നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ, ഈ കേരളത്തിൽ വ്യവസായ സംരംഭകർ വരുന്നതിനെ തടയിടാൻ കരുതിക്കൂട്ടിയുള്ള ആഭാസ സമരങ്ങൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ, കള്ളപ്രചരണങ്ങൾ വ്യാപകമായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നടത്തും തോറും കുറച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും, പക്ഷെ ജനം വളരെ പെട്ടെന്ന് തന്നെ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കി തിരിച്ചു വരും. നിങ്ങളല്ലേ 2016 സർക്കാർ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ എന്താ ആരോപണം കൊണ്ടുവന്നത്? നിങ്ങൾ ഓർമ്മയില്ലേ? 2021 വ്യാപകമായി പ്രചരിപ്പിച്ച കാര്യം എന്തായിരുന്നു? കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത്. ആദ്യം പിണറായി വിജയൻ കട്ടു എന്നാണ് പറഞ്ഞത്, പിന്നെ പിണറായി വിജയന്റെ ഓഫീസായി, പിന്നെ KT ജലീലായി,
ശ്രീരാമകൃഷ്ണനായി, ഇങ്ങനെ മാറി മാറി ഈന്തപ്പഴത്തിലായി, ഖുറാനിലായി, ബിരിയാണി ചെമ്പിലായി, കൈതോലപ്പായിലായി. എന്തൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചു? ഏതൊക്കെയോ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പറയിപ്പിച്ചു. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? വ്യാപകമായി പ്രചരിപ്പിച്ചില്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ്? എന്നിട്ട് ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമ ചാനലുകളും വാശിയോടുകൂടി 40 സീറ്റ് കടക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്ന് പ്രവചിച്ചു. 40 സീറ്റ് കടക്കാൻ വഴിയില്ല എന്ന്. 91 പോയി 99 സീറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ നിങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളത് രാഷ്ട്രീയമായി ശ്രമിച്ചോളൂ. പക്ഷെ അതിന് പകരം നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വ്യവസായ സംരംഭങ്ങളെ തടഞ്ഞുകൊണ്ടാവരുത്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇനി ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ജനദ്രോഹപരമായി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ ആ വർക്ക്ഷോപ്പിനെ ആരും പറയാതെ ഇല്ലാതാക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്, CPM-നുണ്ട്. പോലീസ് വന്ന് തടഞ്ഞാൽ പോലും നിൽക്കില്ല. നിൽക്കുവോ? പോലീസ് വന്ന് തടഞ്ഞാൽ പോലും നിൽക്കില്ല. നമ്മൾ തീരുമാനിച്ചാൽ ഒരു വർക്ക്ഷോപ്പാണ് വെക്കുക. ഒരു പ്രദേശത്ത് ഭയങ്കര ശല്യം, അതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള കരുത്ത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നും ഉണ്ടല്ലേ? ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പൊ ഇത് കൃത്യമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. എലപ്പുള്ളി പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ചക്ക വീണ് മുയൽ കിട്ടിയ പോലെ ഒരു ടേം കിട്ടി. അതിനെ മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ പോരെ? ഒരു ടേം കിട്ടി. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പണിയില്ല. ലൈഫ് മിഷൻ വീട് അട്ടിമറിച്ചു. അതുപോലെ കുടിവെള്ള പദ്ധതി, കുന്നങ്കാട്ട് കുടിവെള്ള പദ്ധതി അട്ടിമറിച്ചു. അഴിമതി, കെടുകാര്യസ്ഥത, ഇങ്ങനെ വ്യക്തി താല്പര്യങ്ങൾ, ഇത് വ്യാപകമായി നടപ്പിലാക്കുന്ന കോൺഗ്രസിന്റെ ഭരണസമിതി ഇപ്പൊ ഈ വ്യവസായ സ്ഥാപനത്തെ വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഉപയോഗപ്പെടുത്തി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കേരളത്തിലാകെ ചർച്ച ചെയ്ത് ഈ സ്ഥാപനത്തിനെ ഇല്ലാതാക്കാം, അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയപ്പെടുത്താം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ അതിന് ഭാവി രാഷ്ട്രീയത്തിൽ കാലം അതിന് മറുപടി പറയും. അതിലൊരു തർക്കവും വേണ്ട. എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലൊന്നും വിറങ്കലിച്ച് നിന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. എല്ലാം സമയാസമയം നടപ്പിലാക്കിയവരാണ്. നിങ്ങൾ ഒരുപാട് പ്രചരണങ്ങൾ ഞങ്ങൾക്കെതിരെ നടത്തിയിട്ടില്ലേ? എന്തെല്ലാം നടത്തി? എലപ്പുള്ളി പഞ്ചായത്ത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിൽ കൃഷിക്കാരൻ എവിടെ പോയാലും എന്താ അത് നെല്ലിന്റെ വില അല്ലേ? വ്യാപകമാണ്. നമ്മളിപ്പോൾ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം 6 മാസത്തിൽ പൊന്നുപോലെ നോക്കി വിളഞ്ഞു കഴിഞ്ഞ് അതിന് കൊയ്തെടുത്ത് നെല്ലാക്കി വിൽക്കാൻ പോകുന്ന സമയത്ത് സംഭരിക്കില്ല. ഇനി സംഭരിച്ചാൽ തന്നെ സമയത്തിന് വിലയും കിട്ടില്ല എന്ന് പറഞ്ഞാൽ കർഷകന്റെ നെഞ്ചു പൊട്ടും. ഏതൊരു കർഷകനും വല്ലാതെ വിഷമിക്കും. മാസാമാസം സർക്കാർ ജീവനക്കാരെ പോലെ ശമ്പളം വാങ്ങിക്കുന്നവനല്ല കർഷകൻ. സ്വാഭാവികമായും വിഷമം ഉണ്ടാകും. പക്ഷെ കർഷകനെ ഈ നിലയിലേക്ക് കേരളത്തിൽ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? കേവലം 7 രൂപ 50 പൈസയായിരുന്നില്ലേ ആന്റണി ഉമ്മൻചാണ്ടി ഭരിച്ച ഈ കേരളത്തിൽ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അന്നം ഊട്ടുന്ന കർഷകൻ ആത്മഹത്യ ചെയ്തില്ലേ കേരളത്തിൽ? കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നില്ലേ? ആ ഭരണകാലം കഴിഞ്ഞ് VS-ന്റെ ഭരണകാലത്തിലല്ലേ 17 രൂപ 50 പൈസയായി ഒറ്റടിക്ക് വർദ്ധിപ്പിച്ചത്? അതിന്റെ ഭാഗമായിട്ടല്ലേ കേരളത്തിലെ കർഷകന്റെ കൃഷിഭൂമിയിൽ വിളയിറക്കാൻ തുടങ്ങിയത്? ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിച്ചു. ഇപ്പൊ ആക്ഷേപം നിങ്ങളൊന്നും സഹായിക്കുന്നില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹായിക്കുന്നില്ല.
ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ നെല്ല് സംഭരിക്കേണ്ടത്, അതിനെ അരിയാക്കേണ്ടത്, അതിന്റെ പണം കൊടുക്കേണ്ടത് രാജ്യം ഭരിക്കുന്ന BJP സർക്കാരാണ്. BJP അല്ല, ഏത് സർക്കാരാണ് രാജ്യം ഭരിക്കുന്നതും അവരാണ് അതിന്റെ ബാധ്യത. ഈ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ നെല്ലിന് താങ്ങുവില നിശ്ചയിച്ച സംസ്ഥാനം. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. ഇവിടെ 28 രൂപ 80 പൈസ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് 23 രൂപയാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ 28 രൂപ. യഥാർത്ഥത്തിൽ നെല്ലിന്റെ താങ്ങുവില നിശ്ചയിക്കേണ്ടതും കൊടുക്കേണ്ടതും നെല്ല് സംഭരിക്കേണ്ടതും എല്ലാം രാജ്യം ഭരിക്കുന്നവരുടെ ബാധ്യതയാണ്. അത് മറന്നുകൊണ്ട് കേരളത്തിലെ ആകെ വ്യാപകമായി ചർച്ച ചെയ്യുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ ആവശ്യം ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഏതൊക്കെ നുണപ്രചരണങ്ങൾ നടത്തി മോശമാക്കാൻ പറ്റുമോ? ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ നല്ലതുപോലെ തുടർന്നോളെ. ഇവിടെ ഈ കേരളത്തിന് ആവശ്യമായ മദ്യനിർമ്മാണത്തിനുള്ള സാധനം ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ ഒരു വർഷം 300 കോടി രൂപയാണ് GSTയുടെ വകയിൽ നമുക്ക് കിട്ടുന്നത്. 300 കോടി രൂപ ട്രാൻസ്പോർട്ട് ചാർജ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് കേരളത്തിലേക്ക് ഒരു വർഷം മദ്യനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഈ എത്തനോൾ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത് ട്രാൻസ്പോർട്ട് ചാർജ് മാത്രം 300 കോടി രൂപയാണ്. ആ 300 കോടി രൂപ ലാഭമല്ലേ? ഖജനാവിലേക്കല്ലേ? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. അതിന് പുറമെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുകയല്ലേ? അവന്റെ കുടുംബം രക്ഷപ്പെടുകയല്ലേ? ഈ രൂപത്തിലുള്ള സ്ഥാപനങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ലക്ഷ്യം. ഈ നാട്ടിലെ ജനങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. നമ്മുടെ നാട്ടിലൊരു പൊതു സ്പിരിറ്റ് എന്താ ചോദിച്ചാൽ, എന്താ പൊതു സ്പിരിറ്റ്? താടി കൈയും കൊടുത്തിരിക്കാണ്ട് പറ നോക്കട്ടെ. പൊതു സ്പിരിറ്റ് എന്താ ചോദിച്ചാൽ, ഒരു ചാള കെട്ടിയാ അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ പോയിരിക്കും സമരം ചെയ്യാൻ. നോക്കിയിട്ടുണ്ടാ? ഇതെന്തോ വരികയാണ്, ഈ നാട്ടിന് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഒന്നും അറിയില്ലെങ്കിലും ഞാനും ഉണ്ട് പറഞ്ഞ സമരത്തിന് വെക്കാളെ. ഇത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതില് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഒരു കല്ല് ഷാപ്പ് മാറ്റിക്കെട്ടാൻ പറഞ്ഞ് അനുവദിക്കുമോ ആരെങ്കിലും? അനുവദിക്കില്ല. കല്ല് ഷാപ്പ് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കെട്ടണം എന്ന് പറഞ്ഞ ഇവിടെ വീട്ടിന്റെ നടുക്കായിരിക്കും ഈ ഷാപ്പ്, മറ്റവിടെ മാറ്റിക്കെട്ടിനവിടെ 4 വീടേ ഉണ്ടാവുള്ളൂ. അയ്യയ്യ ഇവിടെ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയോ കൊണ്ടുപോയിക്കോളെ, ഇവിടെ വേണ്ട പറയും. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു രീതിയാണ്. എന്ത് വന്നാലും എതിർക്കുക. അത് ഈ ആധുനിക കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ വളർച്ചയിൽ ഇനി നാം ആ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തണം. ഏത് ഗുണം, ഏത് മറ്റേ നാടിന് ഗുണമില്ലാത്തത് എന്ന് പരിശോധിക്കാൻ കഴിയണം. ഇപ്പോ നമ്മുടെ എല്ലാം ഈ വിദേശ രാജ്യങ്ങളിൽ ഈ കക്കൂസ് മാലിന്യമില്ലേ, കക്കൂസ് മാലിന്യം ഉപയോഗിച്ച് അതിന്ന് വെള്ളമെടുത്ത് ആ വെള്ളം തന്നെ കുടിക്കുന്നവരുണ്ട് എന്നാണ് കേൾക്കുന്നത്. രാജേഷല്ലേ ഏതോ രാജ്യത്ത് പോയപ്പോ അല്ലേ, വളരെ പ്യൂരിഫൈഡ് വാട്ടർ കുടിക്കാൻ തോന്നിയെന്നാണ് പറഞ്ഞത്. അത്ര നല്ല ശുദ്ധമായ വെള്ളം. ഇതാണ് നമ്മുടെ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു കക്കൂസ് മാലിന്യം എവിടെയെങ്കിലും ഒരു ഇത് കൊണ്ടുവരുന്നു, മാലിന്യം പ്ലാന്റ് വരണമെന്ന് പറഞ്ഞ കേട്ടാൽ തന്നെ നമ്മളെ ഒക്കെ റെഡിയാക്കി തരും അല്ലേ. ഇപ്പൊ ടൗൺഷിപ്പിലല്ലേ. ഇപ്പൊ എങ്ങനെയാ ചോദിച്ചാ ഒരു ഏജൻസിക്കാര് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു.
ഈ തത്തമംഗലം മുനിസിപ്പാലിറ്റിയിൽ, ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി, അവരുടെ ഐഡിയ എങ്ങനെയാ ചോദിച്ചാൽ, വീട്ടിലെ കക്കൂസ് മാലിന്യങ്ങളുണ്ടല്ലോ, അവർ തന്നെ പൈപ്പ് കണക്ഷൻ കൊടുത്ത് ഒരു ഭാഗത്തേക്ക് പ്ലാന്റ്, ആ പ്ലാന്റിൽ നിന്ന് വെള്ളം, പ്യൂരിഫൈഡ് വാട്ടർ, അവിടെ വലിയ പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിലേക്ക് ഈ വെള്ളം കൊടുക്കും. ഇതായിരുന്നു അവർ വളരെ കൃത്യമായി അതിനെ വീഡിയോ തയ്യാറാക്കി നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു. നമ്മളിതും പറഞ്ഞിട്ട് നാട്ടിൽ ഇറങ്ങിയിട്ട് ചിറ്റൂരുകാരെ നിങ്ങളൊന്ന് വരി, ഇതൊന്ന് കാണി എന്ന് പറഞ്ഞ് നടക്കുവോ? സഖാവേ, ഇതൊന്നും ശരിയല്ല, ഇതിലെന്തോ തട്ടിപ്പുണ്ട്, നിങ്ങൾ വെറുതെ നിന്നാൽ നിങ്ങളുടെ പണി കഴിക്കും കേട്ടാ പറയുന്നു. ഇതാണ് നമ്മുടെ ജനത്തിൻ്റെ ഒരു മാനസികാവസ്ഥ. ഞാൻ പറയണത് അതൊരു തെറ്റായിട്ട് ഞാൻ വ്യാഖ്യാനിക്കുകയല്ല, പക്ഷേ അതിൽ ശരി നമ്മൾ കണ്ടെത്തണം. നാട് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് മാറ്റങ്ങൾക്ക് ഉണ്ടാക്കി മാറ്റി. ഇന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ തന്നെ എന്തെല്ലാം കണ്ടുപിടിക്കുന്നു. നിങ്ങളൊരു ഫോണ് കൈ കൊടുക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോണ ഒരു കുട്ടി 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ പഠിക്കുന്ന കുട്ടിൻ്റെ കയ്യിൽ നിങ്ങൾ ലോക്ക് എടുക്കാണ്ട് കൊടുക്കും, നിങ്ങളുടെ നമ്പറൊക്കെ ലോക്കായിട്ട് അവൻ തുറന്നാളയും. നിങ്ങളുടെ ലോക്കും വേണ്ട, ഒരു കുന്തവും വേണ്ട, അവൻ തുറന്നാളി ആ ഫോണ്. മനസ്സിലായ? അത്ര ബുദ്ധി വികാസമുള്ള ഒരു നിലയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. പിന്നെ ആ ഫോണിൽ അതിലെല്ലാ ആപ്പുകളിലും പോയി അവൻ കാര്യങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ അന്തവും കൊന്തവും വിട്ട് ഇങ്ങനെ ഇരിക്കലേ വഴിയുള്ളൂ. ചെറിയ കുട്ടികളുടെ അവസ്ഥയാണത്. ഇതെല്ലാം നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോഴും 1947 സ്വാതന്ത്ര്യം കിട്ടി നിൽക്കുന്ന നാട്ടിൽ ജീവിക്കും പോലെ ഇരുന്നാൽ, ഞാൻ പറയുന്നത് ദോഷമുള്ളതിനെ എതിർക്കണം. ദോഷമുള്ളതിനെ എതിർക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. നാടിന് ഏതാണോ ദോഷം, ആ ദോഷങ്ങളെ, ആ അനീതികളെ എതിർക്കാതെ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയിട്ടില്ല, മുന്നോട്ട് പോകൂല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിലെ പാർട്ടി, രാജ്യത്തെ പാർട്ടി. അങ്ങനെയുള്ളൊരു പാർട്ടി എലപ്പുള്ളി പഞ്ചായത്തിൽ ഒരു പ്രദേശത്ത് 2 വാർഡിലൊതുങ്ങി നിൽക്കുന്ന ജനങ്ങളെ ദ്രോഹിക്കാൻ എന്ത് താല്പര്യം? 1957 സർക്കാർ വന്നതിന് ശേഷം ഈ കേരളത്തിലെ 32 ലക്ഷം മനുഷ്യർക്ക് ഭൂമി കൊടുത്തൊരു പാർട്ടി, അതിന് നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റ്, ഈ ലോകത്തിലെ 125 രാജ്യങ്ങളിൽ നിന്നും മലയാളികൾ പോയിട്ടുണ്ട്. 1957 കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സാധാരണ മനുഷ്യന്റെ കുടിലുകളിലേക്ക് വിദ്യാഭ്യാസം എത്തിച്ചതിന്റെ ഭാഗമായി അവനാണ് ജോലിക്ക് വേണ്ടി 125 രാജ്യങ്ങളിൽ ലോകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അഭിമാനകരമായ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയല്ലേ കേരളം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലൂടെയല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിലൂടെയല്ലേ സാധ്യമായത്? ആരോഗ്യ കേരളം. മനുഷ്യനെ ഇതുപോലെ രോഗം വന്നാൽ ശുശ്രൂഷിക്കുന്ന ഒരു നാട് ഈ ലോകത്ത് വേറെയുണ്ടോ? ഏതസുഖം വന്നാലും മതിയായ ചികിത്സ കൊടുത്ത് പണമില്ലാതെ ചികിത്സിക്കാൻ ഈ ലോകത്ത് വേറൊരു നാടിന്റെ പേര് പറയും. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളമല്ലേ? ഇങ്ങനെ എല്ലാ ക്ഷേമങ്ങളും എല്ലാ വികസനങ്ങളും നടത്തുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തിന് എലപ്പുള്ളിയിലെ 2 വാർഡിലെ സാധാരണ മനുഷ്യനെ ദ്രോഹിക്കേണ്ട കാര്യം? തലയിൽ കോമൺ സെൻസ് ഉള്ള മനുഷ്യർക്ക് ചിന്തിക്കാനോ? അവരെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഈ നാട് നിന്നുകൊടുക്കണോ? എലപ്പുള്ളിക്കാർ നിന്നുകൊടുക്കണോ? വാളയാറിലെ പിഞ്ചു കുട്ടികളുടെ അമ്മയുടെ പേരിൽ ഞങ്ങളെ ക്രൂശിച്ചില്ലേ? CPM-ന് എതിരായി മറ്റേ വ്യാപകമായി പ്രചരിപ്പിച്ചില്ലേ? പ്രതികളെ CPM സംരക്ഷിച്ചു എന്ന് ആക്ഷേപിച്ചില്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടം സമരപ്പന്തൽ കെട്ടി CPM-നെതിരെ വാദോരാതെ പ്രസംഗിച്ചില്ലേ? മാറി മാറി ഒരേ പന്തലിൽ BJP-യും കോൺഗ്രസും ഈ കേരളത്തിലെ സർവ്വ രാഷ്ട്രീയക്കാരും വർഗീയ പാർട്ടികളും. ഏതെങ്കിലും ഒരു പാർട്ടി അമ്മ കൂടിയുണ്ട് ഇതിന്റെ പിറകിൽ എന്ന് പറഞ്ഞോ? CPM ആണ് അത് പറഞ്ഞെങ്കിലോ? അമ്മയുടെ പങ്ക് അന്ന് CPM ആണ് വിളിച്ചു പറഞ്ഞെങ്കിൽ അതിനും പറയും, ഇതാ പാവപ്പെട്ട ഒരു സ്ത്രീയെ CPM
ദ്രോഹിക്കുന്നു. അപ്പൊ CPM-നെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എന്ത് മോശപ്പെട്ട കാര്യങ്ങളും പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളാണ് കേരളത്തിലെ UDF-നും BJP-ക്കും അജണ്ട നിശ്ചയിച്ചു കൊടുക്കുന്നത്. ഇവര് പറയാണ് ഇപ്പോ ഞങ്ങളിവിടെ നന്ദിഗ്രാമാക്കും, പിന്നെന്താണ് ഇവിടുത്തെ സിംഗൂരാക്കും, നന്ദിഗ്രാമം ഒരു കോപ്പുവാക്കാൻ പോലുള്ള ഇവിടെ. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഇത് കേരളത്തിൽ ഒരുപാട് സാക്ഷരതാ വളർച്ചയുള്ള കേരളമല്ലേ, നാട്ടിലെ ജനത്തിനും അറിയില്ലേ. ഇവിടെ ഇപ്പൊ ഈ വരുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന അപ്പൊ പ്രതിഷേധിക്കുന്ന നാടാണിത്. അതാണ് ഈ നമ്മുടെ നാടിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള ജനം, നിങ്ങൾ ഈ പഞ്ചായത്തുകാരാണല്ലോ, ഈ പരിസരത്തെ സഖാക്കൾ തന്നെയാണ്, നല്ലതുപോലെ പ്രചരിപ്പിക്കണം. നമ്മൾ വായും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റവൻ നല്ല തട്ടും തട്ടിയിട്ട് നമ്മളെ റെഡിയാക്കും. അവസാനം നമ്മളെ ഇലക്ഷൻ സമയത്ത് 2 or 3 വാർഡ് പോയിട്ട് താടിയിൽ കൈയും കൊടുത്തിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്നിപ്പോൾ അവർക്ക് ഇത്രയും വലിയ ഒരു സാമർഥ്യം എന്താ? ഈ പഞ്ചായത്ത് അവർ ഭരിക്കണമെന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ചില കൈപ്പഴവുകൾ, നമ്മുടെ പോരായ്മകളാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ലതുപോലെ ഈ കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ, ഇതിന്റെ ഭാഗമായ ഒരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുണ്ടാവും എന്ന് പറയാൻ കഴിയണം. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ. എല്ലാ കാലത്തും അങ്ങനെ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് കേരളത്തിലെ CPM-ന്റെ കൂടെ ജനങ്ങൾ നിന്നിട്ടുള്ളത്, ഇപ്പോഴും നിൽക്കുന്നത്. എന്തെല്ലാം പ്രചരണം നടത്തിയാലും CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നല്ല തിരിച്ചറിവുള്ള ജനതയാണ് കേരളത്തിലുള്ളത്, ഏലപ്പള്ളിയിലുള്ളത്. അതുകൊണ്ട് നമുക്കിതിൽ വളരെ ആശങ്കയൊന്നും വേണ്ട. ആരെങ്കിലും പറയുമ്പോഴേക്കും ഓ ശരിയാണ്, നിങ്ങൾ തലയാട്ടാൻ നിൽക്കണ്ട, കൃത്യമായി മറുപടി പറഞ്ഞോളണം. ഇന്നതാണ്, ഇന്ന കാര്യങ്ങളാണ് എന്ന് പറയാൻ കഴിയണം. വസ്തുതാപരമായി പറഞ്ഞു. നമ്മൾ ഒരാളോടും കള്ളം പറയണ്ട, ഒരാളോടും നോണ പറയരുത്. ഈ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങൾ വരുന്ന സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന നാടിന്റെ മാറ്റത്തെ കുറിച്ച് പറയണം. ഈ സ്ഥാപനം ഒരു ഡ്രോപ്പ് വെള്ളം, ഒരു തുള്ളി വെള്ളം ഈ എലപ്പുള്ളി ഭൂമിയുടെ അടിയിൽ നിന്ന് എടുക്കില്ല എന്ന ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണം. മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ടാണ്. ഇന്നെല്ലാം വേണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ കാശിറക്കണവരൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവൻ വേണമെങ്കിൽ ഇവിടെ ഒരു നദി തന്നെ ഉണ്ടാക്കി തരും. മനസ്സിലായില്ലേ? അതിന് സാമർഥ്യമുള്ള ആളുകളാണ് ഇന്നത്തെ കോടീശ്വരന്മാര്. നദിയോ കടലേ കൃത്രിമമായിട്ട് ഉണ്ടാക്കി തരും. ആ ഒരു മറ്റേ സാങ്കേതിക വിദ്യയുടെ കാലമല്ലേ. മഴവെള്ള സംഭരണി ഇവിടെ ഇപ്പോ എത്ര, 1 ഏക്കറില്ല, 5 ഏക്കറിൽ 5 ഏക്കറിൽ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞ ചെറിയതാണ്. നമ്മള് 2 ഏക്കർ കുളം തന്നെ ഉണ്ടാവില്ലേ, കണ്ടാൽ തന്നെ വലിയൊരു പുഴ പോലെ കിടക്കും അല്ലേ, ഒരു തടാകം പോലെ കിടക്കും. 5 ഏക്കറിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാടിന് ദോഷമില്ലെങ്കിൽ എന്തിന് നമ്മൾ എതിർക്കണം? അത് ജനങ്ങളെ പഠിപ്പിക്കണം. എതിർക്കാൻ വേണ്ടി എതിർക്കരുത്. ഇവര് പറഞ്ഞു അഴിമതിയാണ്. ബ്രോ പറയില്ല അഴിമതി. ആര്? VD സതീശൻ. എന്താ അഴിമതി? നിങ്ങൾ ലേലം വെക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ തങ്കമണി സഖാവ് ഒരു 10 സെന്റ് ഭൂമി ഒരവിടെ പോയി വാങ്ങിക്കണം. അവിടെ ഒരു ചായക്കട വന്നു, ലേലം വെച്ചിട്ടാ സഖാവിനൊരു ചായക്കട തുടങ്ങാൻ തോന്നി. ഒരു 5 സെന്റ് ഭൂമി വാങ്ങിയിട്ട് 5 സെന്റ് ഭൂമിന്റെ പൈസ ആരിന്റെ? തങ്കമണിന്റെ. ചായക്കടയിലെ നിർമ്മിക്കുന്ന മറ്റേ സാമഗ്രികൾ ആര് വാങ്ങിയത്? തങ്കമണി. ചായക്കടയിലെ ഗ്ലാസ്സൊക്കെ ആര് വാങ്ങിയത്? തങ്കമണി. പിന്നെ എന്തിന് ലേലം വെക്കണം? ഈ നാട്ടിൽ ഭൂമി വാങ്ങാനും ഭൂമി വാങ്ങിയ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് ആ ഭൂമി വാങ്ങിക്കണവനല്ലേ തീരുമാനിക്കണേ. അതിൽ നാട്ടിന് പ്രശ്നമുണ്ടോ? അതാണ് നാട്ടുകാർ നോക്കേണ്ടത് അല്ലേ. ആ നാടിന് പ്രശ്നമുണ്ടോ? ഇവൻ തുടങ്ങുന്ന പ്രശ്നം അതാണ് പരിശോധിക്കേണ്ടത്. അതാണ് അഴിമതി എന്ന് പറഞ്ഞത്.
അഴിമതിക്കിടയാവാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രസ്താവന, അഴിമതി വിട്ടു, അഴിമതിക്കിടയാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താ? കേരളത്തിൽ 10 ഫാക്ടറി ഉണ്ട്, അതിൽ 7 നിങ്ങളുടെ കാലത്താണ്. ആ 7 കൊണ്ടുവന്നത് സമയത്ത് നിങ്ങൾ ലേലം വെച്ചിട്ടാണോ? അല്ല. അപ്പൊ ഉമ്മൻചാണ്ടിക്ക് ലേലം വെക്കണ്ട, അത് നാട്ടുകാരൻ്റെ പണമാണ്, നാട്ടുകാരുടെ സ്ഥലമാണ്. അതിനില്ല. ഞാൻ ചോദിച്ചിട്ട്, ഗവൺമെന്റിന്റെ സ്ഥാപനമാണെങ്കിലല്ലേ നമ്മൾ ടെൻഡർ വെക്കേണ്ട കാര്യമുള്ളൂ? ഗവൺമെന്റ് അല്ലല്ലോ തുടങ്ങണേ, ഇതൊരു പ്രൈവറ്റ്. ഇപ്പൊ ഇവിടെ ആരൊക്കെയോ വന്ന് മറ്റേ നമ്മുടെ ഹൈവേന്റെ അരികത്ത് ഹോട്ടൽ തുടങ്ങിയിട്ടില്ലേ? ഞാൻ ഈ ഇടയ്ക്കൊരു ഹോട്ടലിൽ അവിടെ പോയി, MCL ഇത് കഴിഞ്ഞിട്ട് ഈ അരികത്ത് നല്ല ഹോട്ടല്, ഡിസ്ട്രിക്റ്റിനെ അല്ലേ, അത് അയാളുടെ പൈസ, അയാളുടെ കാശ്, അയാളുടെ കെട്ടിടം. ഇതല്ലേ നമ്മുടെ നാട്ടില്? ഇതിനെല്ലാം ലേലം വെക്കണം എന്നാണ് സതീശൻ പറയുന്നത്. സത്യത്തിൽ കോൺഗ്രസിന് എന്താ പറയേണ്ടതെന്ന് പിടിയേ കിട്ടാണ്ടായി. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വീണ വിജയൻ അല്ലേ? ഇപ്പൊ എവിടെ വീണ വിജയൻ ഉണ്ടോ? ഈ പറഞ്ഞ് നമ്മുടെ ചില സഖാക്കളും ഇങ്ങനെ ചിലപ്പോ മുഖ്യമന്ത്രിയുടെ മകളല്ലേന്ന് എന്തെങ്കിലും ഇല്ലാണ്ട് പറയുമോ? എന്തല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പാർട്ടിയെ ദ്രോഹിച്ചു, പാർട്ടിയുടെ നേതാക്കളെ ദ്രോഹിച്ചു, മുഖ്യമന്ത്രിയെ ദ്രോഹിച്ചു, മുഖ്യമന്ത്രിയുടെ മക്കളെയും ദ്രോഹിച്ച്, ഈ എന്തെല്ലാം ദ്രോഹമാക്കാനുള്ളത്? ആകെ അവർ കാണുന്ന തെറ്റ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതിനാണ് ഈ ദ്രോഹമൊക്കെ, ഈ ദ്രോഹമെല്ലാം അതിനാണ്. പക്ഷെ ഒരു കാര്യം പറയാ, നിങ്ങൾ എന്തെല്ലാം വ്യാജപ്രചരണം നടത്തിയാലും ഈ നാടിന് കമ്മ്യൂണിസ്റ്റുകാരെ അറിയാം. ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് കമ്മ്യൂണിസ്റ്റുകാർ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ വ്യാജപ്രചരണം കൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. താൽക്കാലികമായി വ്യാജപ്രചരണം നടത്തി, കള്ളപ്രചരണം നടത്തി ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നയങ്ങളും ജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നടപ്പിലാക്കും. അത് തന്നെയാണ് ഈ ഭൂപ്രതി വിഷയത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് ദ്രോഹകരമായി വരുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ ഏത് സർക്കാർ ഭരിച്ചാലും സമ്മതിക്കില്ല CPIM. അതാണ് CPIM-ന്റെ നിലപാട്. ആര് ഭരിച്ചാലും ശരി, അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിലും കോൺഗ്രസ് സർക്കാർ ആര് ഭരിച്ചാലും, ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ദ്രോഹമാണെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിന് മുമ്പിലുണ്ടാവും. അത് ഈ ചെങ്കൊടി പിടിച്ചുകൊണ്ടായിരിക്കും പോരാട്ടം. ഇവിടെ ആ പ്രശ്നമില്ലാത്ത കാലത്തോളം ഒരു വ്യവസായ സ്ഥാപനം നാടിന്റെ വികസനത്തിന് ആവശ്യമാണെങ്കിൽ, ഈ നാടിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാനാണെങ്കിൽ, നാടിന്റെ പൊതു മുന്നേറ്റത്തിനാണെങ്കിൽ, ആ മുന്നേറ്റത്തിന്റെ ഒപ്പം നിൽക്കുക എന്ന ഉത്തരവാദിത്വം ഈ നാട്ടിലെ ഓരോ മനുഷ്യർക്കുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രതി വിഷയവുമായി ബന്ധപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ വ്യാജപ്രചരണങ്ങൾ, എലപ്പള്ളി പഞ്ചായത്തിലെ UDF-ന്റെയും BJP-ന്റെയും കൂട്ടായ്മയോട് കൂടിയിട്ടുള്ള കള്ളത്തര പ്രചരണങ്ങളെ പൊച്ചത്തോടുകൂടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തള്ളിക്കളയാൻ നിങ്ങൾ ഏവരും മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. നമ്മുടെ MLA 2 വാക്ക് സംസാരിക്കും കുറച്ച്.